പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഒരു നല്ല ദിവസം യേശുവിൻ്റെ കൂടെ ആരംഭിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നോട് പറയാൻ പറ്റുമോ, ഈ ദിവസം യേശു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം. ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. നിങ്ങളുടെ വിശ്വാസം വിളിച്ചു പറയുമ്പോൾ, വിശ്വാസത്തോടെ വാക്ക് വിളിച്ചു പറയുമ്പോൾ സംഭവിക്കുന്നത്, ഇന്ന് ഈ പകൽ നിങ്ങൾ എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തെയാണോ പേടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രഭാതത്തിൽ പല വിഷയത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് വിശ്വാസത്തോടെ ഈ വാക്ക് വിളിച്ചു പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കും. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ഇന്ന് അതുകൊണ്ട് ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയാം, ഈ ദിവസം യേശു എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഞാൻ പറയാം, ഇന്ന് ഞാൻ സന്തോഷിച്ച് ആനന്ദിക്കും. എൻ്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, എൻ്റെ മുമ്പിൽ ഞാൻ കേട്ടതോ കേൾക്കാത്തതായ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, എനിക്കത് പ്രശ്നമല്ല. ആമേൻ. ഞാൻ എൻ്റെ കാര്യം ഡിക്ലെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് യേശു ക്രിസ്തുവിൽ സന്തോഷിച്ച് ആനന്ദിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വചനം പറയാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന് 40-ാമത്തെ വാക്യത്തിൽ യേശു പറയുകയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ സംഭവം നമുക്ക് അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിനകത്ത് കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. ലാസർ മരിച്ചു. ആമേൻ. 4 ദിവസമായി കല്ലറയ്ക്കലായി നാറ്റം വെച്ച അനുഭവത്തിലാണ് ലാസർ കിടക്കുന്നത്. അവിടെ എൻ്റെ കർത്താവ് ഏറെ സ്നേഹിച്ചൊരു ഭവനമാണല്ലോ മാർത്തയുടെയും മറിയയുടെയും ഭവനം. ആ ഭവനത്തിൽ ലാസർ ദീനമായി കിടന്ന സമയത്ത് മാർത്തയും മറിയും ആളെ അയച്ചിട്ട് പറയുക, കർത്താവേ, നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹിതനായ ലാസർ മരിക്കാറായി കിടക്കുകയാണ്, ദയവായി ഒന്ന് അവിടം വരെ വന്ന് പ്രാർത്ഥിക്കണം. വചനം പറയുന്നു, യേശു ഇരുന്നിടത്ത് അവൻ ചില നാളുകൾ കൂടി അവിടെ ഇരുന്നു, ദിവസം കൂടി അവൻ ഇരുന്നു. അല്ലേ? ലാസർ മരിച്ചു. എൻ്റെ കർത്താവിന് അറിയാൻ പറഞ്ഞിട്ടുണ്ടോ? കർത്താവിന് അറിയാം ലാസർ ധീരമായി കിടക്കുക എന്നും ലാസർ മരിച്ചു പോയെന്നും എൻ്റെ കർത്താവിനറിയാം. അതിനുശേഷം യേശു ശിഷ്യന്മാരോട് ലാസറിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. അവിടെ വരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ ബെഥാനിയ എന്ന് പറയുന്ന ആ ദേശം മുഴുവൻ, ആ പട്ടണം മുഴുവൻ ലാസറിൻ്റെ മരണത്തിൽ അവർ ദുഃഖിച്ച് ഭാരപ്പെട്ട് ഇരിക്കുന്ന ആമേൻ ഒരു ദേശവും ഒരു ഭവനവും ഒക്കെയാണത്. അവിടെ യേശു കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്ന മാർത്തയോടും മറിയോടും യേശു പറയുകയാണ്, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ പറഞ്ഞില്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും 1-2 ചിന്തകൾ കടന്നു വരാം. ഇനി ഞാൻ എന്ത് വിശ്വസിക്കാനാണ്? ഇല്ലേ? മാർത്തയും മറിയും ചോദിക്കുമായിരിക്കും, ഇനി ഞാൻ എന്ത് വിശ്വസിക്കാനാണ് കർത്താവേ? കാര്യം, ലാസർ ദീനമായി കിടന്ന സമയത്ത് നിന്റെ അടുക്കൽ ഞങ്ങൾ ആളയച്ചു, ഒന്ന് വരണമേ എന്ന് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. ഇല്ലേ? കർത്താവ് വന്നില്ല, പ്രാർത്ഥിച്ചില്ല, അവൻ ലാസർ സൗഖ്യമായില്ല. എന്നാൽ ലാസർ ഇപ്പോൾ മരിച്ച് അവർ കല്ലറയ്ക്കലായി. മാർത്തയ്ക്കും മറിയയ്ക്കും പറയാൻ കാരണം ആമേൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ, കർത്താവേ, ആമേൻ, നീ അന്നേരം വന്ന് ആമേൻ ലാസറിനെ സൗഖ്യമാക്കാതെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മധ്യത്തിൽ അന്നേരം ഒരു അത്ഭുതം ചെയ്യാതെ ആ പ്രാർത്ഥനാ വിഷയം കഴിഞ്ഞുപോയി, ലാസർ മരിച്ചുപോയി, ഇനി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ലാസറിൻ്റെ സൗഖ്യമായിരുന്നു, പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ലാസർ മരിച്ചു, കല്ലറയിലായി, നാറ്റവും വെച്ചു. ഈ സമയത്ത് യേശുവരോട് പറയുകയാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ ഇനി എന്താ വിശ്വസിക്കേണ്ടത്? ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിട്ടു, വീട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടു, മറ്റു ബന്ധുമിത്രാദികളുടെ മുമ്പിലെല്ലാം ഞങ്ങൾ നാണം കിട്ടു. കാരണം വചനം പറയുകയാണ്, യേശു ഏറെ സ്നേഹിച്ച ഭവനമായിരുന്നു ലാസറിന്റെ ഭവനം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ബെഥാനിയ വഴിയൊക്കെ പോകുമ്പം ആ ലാസറിന്റെ ഭവനത്തിൽ വരികയും അവരോട് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്ത് കാണുമായിരിക്കാം. അങ്ങനെ ആ നാട്ടിൽ മുഴുവൻ അവൻ ഒരു പ്രസിദ്ധമായി അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഭവനം യേശു വിശ്വസിക്കുന്ന ഒരു ഭവനമാണ്, യേശു സ്നേഹിക്കുന്ന ഒരു ഭവനമാണ്. ഇല്ലേ? സ്വാഭാവികമായിട്ടും അവൻ അന്ന് ആ പരീശന്മാരും ന്യായപ്രമാണ ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെതിരെ അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും, യേശുവിനെ തള്ളി പറയുന്ന ഒരു സമയമായിരിക്കുമ്പോഴും, ഈ ഒരു ഭവനം ധൈര്യത്തോടെ യേശു വിശ്വസിക്കുവാൻ, യേശുവിൻ്റെ കൂടെ നിൽക്കുവാൻ, യേശുവിനെ സ്വീകരിപ്പാൻ ആ ഭവനം തയ്യാറായതാ. ആ ഭവനത്തിൽ ഒരു പ്രയാസം വന്ന സമയത്ത് യേശു അവിടെ വന്നില്ല, ലാസറിനെ സൗഖ്യമാക്കിയില്ല. ഇപ്പോൾ അതേ ലാസർ മരിച്ചു, 4 ദിവസമായി നാറ്റവും വെച്ച് കിടക്കുക. സ്വാഭാവികമായിട്ടും ആ ഭവനം
നാട്ടുകാരുടെ മുൻപിലും മറ്റെല്ലാവരുടെ മുൻപിലും അവർ തല കുനിക്കേണ്ട ഒരു അനുഭവം വന്നു. അവർ നാണം കെട്ട് കാണുമായിരിക്കാം. പല ചോദ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഏറെ നിരാശയോടെ സങ്കടത്തോടെ എല്ലാ വിശ്വാസങ്ങളും തണുത്തു പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കാം അവരവിടെ നിൽക്കുന്നത്. ആ സമയത്ത് യേശു പറയുകയാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, നിന്റെ അനുഭവം ഇങ്ങനെയാണോ? ആമേൻ. എല്ലാ വാതിലും അടഞ്ഞ് എല്ലാവരും തള്ളപ്പെട്ട് ആരും നിന്നെ സഹായിക്കാനില്ലാതെ ആമേൻ. ചിലർ പറയും, വേറെ ഞങ്ങൾ വിശ്വാസത്തിലിറങ്ങി പുറപ്പെട്ടു, ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്, ഞങ്ങളുടെ ഭവനം ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. പക്ഷേ ആമേൻ, ആ പ്രയാസഘട്ടങ്ങളിൽ ഈ വിഷയങ്ങളിൽ ആമേൻ ദൈവത്തിൻ്റെ കരം ചലിക്കുന്ന കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷേ നിരാശയോടെ ആയിരിക്കാം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, നിങ്ങൾ എന്താ വിചാരിച്ചത്? യേശുവിനെ മറന്നു കളഞ്ഞെന്നോ? യേശുവിന് നിന്നെ താല്പര്യമില്ലെന്നോ? യേശുവിൻ്റെ വിഷയത്തിൽ ആമേൻ താല്പര്യക്കേട് കാണിക്കുമെന്നോ? ഒരിക്കലുമില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പം നീ ചോദിക്കും, പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിന് ഒരു മറുപടി കിട്ടാത്തത്? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചല്ലോ, ഞങ്ങൾ ഒരുപാട് ആമേൻ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെയും ഞങ്ങൾ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വിടുതൽ കിട്ടാത്തത്? അതിന് ഒരു മറുപടി ഉണ്ട്. ആമേൻ. 1 പത്രോസ് 5-ാമത്തെ അധ്യായത്തിൽ ദൈവവചനം പറയുകയാണ്, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടവർ. തക്ക സമയം. ആമേൻ. നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തക്ക സമയമുണ്ട്. ആ തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. ഞാൻ പറഞ്ഞു തരാം. നോക്ക്, ഈ ലാസറിന്റെ ഭവനത്തിൽ വെച്ച് ആമേൻ ലാസർ ദീനമായി കിടക്കുന്ന സമയത്ത് യേശു ഒരു വാക്കയച്ച് ലാസറിനെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ 2024 നമ്മൾ ലാസറിനെ കുറിച്ച് പറയത്തില്ല. കാരണം യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ പറയുകയാണ്, യേശു ചെയ്ത മറ്റനവധി ഒത്തിരി ആമേൻ അത്ഭുതങ്ങളുണ്ട്. അതൊക്കെയും എഴുതിയാൽ ഈ ലോകത്തിലെ ഒരു പുസ്തകം തികയത്തില്ല. അഥവാ കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ അവൻ എത്രയോ പേരെ സൗഖ്യമാക്കി കാണുമായിരിക്കാം. നമ്മൾ ഈ ബൈബിളിൽ വായിക്കാത്ത എത്രയോ പേർ, നമ്മൾ വായിച്ചത് കുറച്ച്, വായിക്കാത്തത് എത്ര അധികം ഉണ്ടായിരിക്കാം അല്ലേ? അതെല്ലാം എഴുതാൻ അവൻ എഴുതി കാണത്തില്ലായിരിക്കാം. ആമേൻ. പ്രൈസ് ലോർഡ്. അങ്ങനെ അവൻ എഴുതപ്പെടാതെ പോയ ഒരത്ഭുതമായും അവൻ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരത്ഭുതമായും ലാസറിന്റെ അത്ഭുതം മാറിപ്പോവുമായിരിക്കാം. പക്ഷേ ലാസറിനെ സ്നേഹിച്ച കർത്താവ്, ലാസറിന്റെ ഭവനത്തെ സ്നേഹിച്ച കർത്താവ് ആമേൻ എന്താ തീരുമാനിച്ചെന്നറിയാമോ? ആമേൻ. കർത്താവ് അവൾ അല്പം വൈകിയതിൻ്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് ആഗ്രഹിച്ചു ഈ സുവിശേഷം ഉള്ളിടത്തോളം കാലം, ഈ ഭൂമി ഉള്ളിടത്തോളം കാലം, ദൈവവചനം ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവോളം ഈ ലാസറിനെ കുറിച്ചും ഈ ബെഥാനിയെക്കുറിച്ചും ഈ മാർത്തയും മറിയയെക്കുറിച്ചും ആമേൻ ഞാൻ ഉൾപ്പെടെ എല്ലാവരും, എനിക്ക് ശേഷവുമുള്ളവരും എല്ലാവരും ഈ ലാസറിനെ കുറിച്ച് സാക്ഷ്യം പറയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ആമേൻ. പ്രിയപ്പെട്ടവനെ, ഇന്ന് നിങ്ങളോട് പറയാൻ എനിക്കൊരു സന്ദേശമുള്ളത്, ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രാർത്ഥനയുടെയും മറുപടി വൈകുന്നുണ്ടായിരിക്കാം. നീ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപക്ഷെ നീ തന്നെ ചോദിച്ചു കാണും, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ താമസിക്കുന്നത്? ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ലഭിക്കേണ്ടത് എന്നൊക്കെ ആമേൻ നീ നിരാശപ്പെടുന്നുണ്ടായിരിക്കാം, സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ നീ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ആമേൻ അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുമായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എല്ലാ വാതിലും നിന്റെ മുമ്പിൽ അടഞ്ഞതുപോലെ നിനക്ക് തോന്നിയായിരിക്കാം. ആമേൻ. എല്ലാവരും കൈവിടപ്പെട്ട അവസ്ഥയിലാണോ? എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണോ? ആരും നിന്റെ കൂടെ ഇല്ലേ? പ്രൈസ് ലോർഡ്. ആമേൻ. ആമേൻ. പലരും പറയുന്നുണ്ടായിരിക്കാം, അവർ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്തായി, അവർ അവസ്ഥ എന്തായി, അവർ വലിയ പ്രാർത്ഥനക്കാരനാണല്ലോ, പ്രാർത്ഥിക്കുന്നവരാണല്ലോ, പക്ഷെ അവർ അവസ്ഥ ഇപ്പം നോക്കി എന്നൊക്കെ പലരും നിന്നെ കളിയാക്കുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ ആമേൻ പല ചോദ്യങ്ങളുടെ മുൻപിലും ഉത്തരം കൊടുക്കാൻ പറ്റാതെ ആമേൻ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഇരിക്കുന്ന അനുഭവമായിരിക്കാം അല്ലേ? പ്രിയപ്പെട്ടവനെ, നീ പേടിക്കരുത്, നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. നിന്നെ കർത്താവ് മറന്നു കളഞ്ഞിട്ടില്ല കേട്ടോ. നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു തക്കതായ ഒരു സമയമുണ്ട്, ഒരു തക്ക സമയമുണ്ട്. പ്രൈസ് ലോർഡ്. ആ തക്ക സമയത്ത് നീ പോലും അതിശയിക്കുന്ന പോലെ, നീ പോലും ചിന്തിക്കാത്ത വിധത്തിൽ, കാര്യം ലാസറിനെ കർത്താവ് മരിച്ച് ഇവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അതിനു മുൻപ് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഇത്രയും മരിച്ച് അല്ലെങ്കിൽ നാറ്റം വെച്ച അനുഭവത്തിൽ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. യേശുവിൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെ ഒരു വിടുതൽ നടന്നിട്ടേയില്ല. പക്ഷെ കർത്താവ് ആഗ്രഹിച്ചു, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആ ലാസറിന്റെ ഭവനത്തിൽ ഞാനൊരു പ്രവൃത്തി ചെയ്താൽ അതൊരു സ്പെഷ്യൽ ആയിരിക്കണമെന്ന്, ഒരു സ്പെഷ്യൽ വിടുതലായിരിക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ എൻ്റെ കർത്താവ് അതിൻ്റെ മറുപടി അയച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. ഒരു പക്ഷേ ആമേൻ നിനക്കത് കാണാൻ ഇപ്പോൾ പറ്റുന്നില്ലായിരിക്കാം. ആമേൻ. ഒരു പക്ഷേ നീ ഇന്ന് ആമേൻ നിരാശയോടെ ആയിരിക്കാം ഇത് കേൾക്കുന്നത്. പേടിക്കണ്ട. ആമേൻ. നിന്റെ മറുപടി ആമേൻ വരുന്നുണ്ട്. ആ സാക്ഷ്യം പ്രിയപ്പെട്ടവനെ നിന്റെ വീട്ടിലോ ആമേൻ നിന്റെ സഭയിലോ ആ ദേശത്തോ മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല. ലോക രാജ്യങ്ങളിൽ ആമേൻ നിന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ, അത്ഭുതമാക്കി മാറ്റാൻ ഇന്നും യേശു നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടുക. ആമേൻ. യേശു പറഞ്ഞ വാക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൂതായിട്ട്, ഒരു പ്രവചനമായിട്ട് ഞാൻ നിങ്ങളുടെ മേൽ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ലോർഡ്. സാഹചര്യം എന്തുമായിക്കോട്ടെ, അവസ്ഥ എന്തുമായിക്കോട്ടെ, ആമേൻ, എല്ലാ വാതിലും അടഞ്ഞിരിക്കട്ടെ. ആമേൻ. ഏത് സാഹചര്യമായിക്കോട്ടെ, പ്രിയപ്പെട്ടവനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും നിന്നെ മറക്കത്തില്ല. അവൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്നും ആ യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പിതാവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ആ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ എൻ്റെ യേശു വരുമ്പോൾ കർത്താവെ എല്ലാം നിരാശയിലും ആമേൻ സങ്കടത്തിലും പല ചോദ്യങ്ങളുടെ മുൻപിൽ എങ്ങനെ ഉത്തരം പറയണമെന്ന് പോലും അറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആ മാർത്തയുടെ മറിയോടും കർത്താവെ അങ്ങ് പറയുന്ന വാക്കുണ്ടല്ലോ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. കർത്താവെ, അവൻ ലോകപ്രകാരം ചിന്തിച്ചാൽ അവിടെ വിശ്വസിക്കാൻ ഒന്നുമില്ല, ഒരു സാഹചര്യവുമില്ല. അവരുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞുപോയി. എല്ലാ സാഹചര്യങ്ങളും കൈവിടപ്പെട്ടു, അല്ലെങ്കിൽ എല്ലാ വാതിലും അടയപ്പെട്ട് നിരാശയോടെ ആയിരിക്കാം ആമേൻ അവരോട് നിൽക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ അപ്പാ എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസത്തിന്റെ വാക്കുപോലും കേൾക്കാതെ ആമേൻ നിരാശയോടെ സങ്കടത്തോടെ അവൻ ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് പകലിത് കേൾക്കുന്നത്. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കർത്താവിൻ്റെ കരം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ചലിക്കണം. അത്ഭുത വിടുതലുകൾ സംഭവിക്കണം. കർത്താവെ, ഇന്ന് അവരെവിടെയൊക്കെ തലകുനിക്കേണ്ടി വന്നുവോ, ആരുടെയൊക്കെ ചോദ്യങ്ങളുടെ മുൻപിൽ ഉത്തരമില്ലാതെ ഭാരപ്പെട്ടിരുന്നോ, അവരുടെ എല്ലാ മധ്യത്തിൽ കർത്താവെ അങ്ങ് ഈ പ്രിയപ്പെട്ടവരെ ഒരു അത്ഭുത സാക്ഷ്യമായി, അനേകരുടെ കണ്ണിന് ആശ്ചര്യമാകുന്ന രീതിയിൽ കർത്താവ് ഒരു അത്ഭുത സാക്ഷ്യമായി നിന്റെ മക്കളെ എൻ്റെ കർത്താവ് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസം അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിടുതലുകളുടെ ദിവസമായി മാറട്ടെ. അനേക വാതിലുകൾ തുറക്കുന്ന ദിവസമായി മാറട്ടെ. കർത്താവ്, ഇന്ന് അവരിറങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ കൂടെ യേശു ഉണ്ട്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് ധൈര്യത്തോടെ പറയാൻ, ധൈര്യത്തോടെ മുന്നേറുവാൻ അവിടുന്ന് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തിരിക്കാൻ നന്ദി പറയുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ എൻ്റെ കർത്താവ് കൃപ ചെയ്യണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ധൈര്യത്തോടിരിക്കുക. ഒട്ടും നിരാശപ്പെടേണ്ട, ഒട്ടും സങ്കടവും വേണ്ട. ആമേൻ. ആ വാക്യം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയാണ്. ആമേൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ പിന്നെയും നിന്നോട് പറഞ്ഞില്ലേ. വിശ്വസിക്കുക, വിശ്വസിക്കുക. നീ തകർന്നു പോകത്തില്ല, നീ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരിക്കലും ഒന്നിനും യാതൊന്നിനും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം യേശുവാണ് നിന്റെ കർത്താവ്. ഈ ദിവസം ഏറ്റവും അനുഗ്രഹമാവട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അത്ഭുത സാക്ഷ്യമായി നമുക്ക് വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.